ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എന്തായാലും ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ആളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് വേഷ്യൻ ഗൈസ്. അപ്പം ഗെയിമിൽ നമ്മളിപ്പോൾ ട്രയാഡ് ഗ്രൂപ്പായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോവാണ്. ഗെയിമിനെ കുറിച്ച് പറയുന്നത് അടിപൊളി ഗെയിമാണ് ഗൈസ്, ഒരു രക്ഷയില്ല, അടിപൊളി ഗെയിമാണ്. പിന്നെ ഇന്ന് പുതിയ ചാനലാണ് ഗൈസ്, അപ്പം മറക്കാതെ ഇതും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് മാർക്കോട് റീക്രിയേഷൻ ആയിരുന്നു, അതിൻ്റെ പഴയ ചാനലാണ് ഗൈസ്. അപ്പോൾ ഇതെൻ്റെ അത് കണ്ടവർക്ക് മനസ്സിലാവും ഈ ഗെയിമിൻ്റെ കുറിച്ച്. അപ്പോൾ നമുക്ക് ഡ്രസ്സൊന്നും മാറ്റാം. അപ്പോൾ ഗൈസ്, ഈ ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ആക്ഷൻ അടിപൊളിയാണ്, ആക്ഷൻ ഫിസിക്സ് അടിപൊളിയാണ്. അപ്പോൾ ഇതിലിപ്പോൾ പുതിയ ചാനലായതുകൊണ്ടാണ് ഗൈസ് ഇപ്പോൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യണം. മുമ്പത്തെ ചാനൽ മാർക്കോടെ റീക്രിയേഷൻ, അതിൻ്റെ ലിങ്കിനെ താഴെ കൊടുക്കുക, നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അതും കൂടി കാണുക. അപ്പോൾ ഇന്നത്തെ മെയിൻ മിഷൻ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഒരു ഗ്യാങ് വാർ നടക്കാൻ പോവാണ്. 80K വിളിച്ചിട്ട് ഷെയ്നോട് പറഞ്ഞിരിക്കുകയാണ് അവർ ഹോസ്പിറ്റൽ ഹൈജാക്ക് ചെയ്യുന്നു. സോ നമുക്കത് തടയണം. അത് ഷെന്ന് പോയാലേ അവർ ഹൈജാക്ക് നിർത്തുള്ളൂ. സോ കുറേ ഇന്നസെൻ്റായ പീപ്പിൾ അവിടെ ഉണ്ട് ഗൈസ്. സോ നമ്മൾ വളരെ കെയർഫുള്ളായിട്ടാണ് ഡീൽ ചെയ്യേണ്ടത്. നമുക്ക് ഒരു കാർ എടുത്ത് നമുക്ക് പോകാം. അത് ലൊക്കേഷൻ നമുക്ക് ഹോസ്പിറ്റൽ ലൊക്കേഷൻ കിട്ടി ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് അവിടേക്ക് പോകാം. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. ഓക്കെ, സോ എന്താ ഇവൻ്റെ ഉദ്ദേശം എന്നറിയില്ല ഗൈസ്. ഇപ്പോൾ നമ്മൾ ഗ്യാങ് മെമ്പേഴ്സിന് അത്യാവശ്യം എല്ലാവരെയും തീർത്തു. ഇപ്പോൾ ഇവർ പുതിയൊരു വേഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്തായാലും വേഷ്യൻ എല്ലാ ഡ്രഗ് മാഫിയനെ ഫിനിഷ് ആക്കിയിട്ട് വൈപ്പ് ഔട്ട് ചെയ്തിരിക്കണം ഹോങ്കോങ്ങിൽ നിന്ന്. അതിൻ്റെ ദേഷ്യത്തിലായിരിക്കും, അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി. അതിലൊത്തും പടമായി, അത് കാര്യമില്ല. അപ്പോൾ ഇതാ ഹോസ്പിറ്റലിൽ എത്തി ഗൈസ്. എന്തായാലും നമുക്ക് എന്തായാലും ഇവിടെ പോയി ചെക്ക് ചെയ്യണം, സേഫ്റ്റി ഉണ്ടോ, അത് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന്. വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല ഗൈസ്, പ്രശ്നമൊന്നുമില്ല. എന്നാൽ നമുക്കൊന്നും കൂടി ചെക്ക് ചെയ്യാൻ പോകും. ഇവിടെ കാര്യമായിട്ട് പ്രശ്നമില്ല ഗൈസ്, പ്രശ്നമൊന്നുമില്ല. ഹോസ്പിറ്റൽ നോർമലി നടക്കുന്നുണ്ട്. എന്താ പേഷ്യൻസൊക്കെ ചാവാറെ അവിടെ കിടക്കുന്നുണ്ട്, അതുകൊണ്ട് കാര്യമില്ല. ടേബിളൊക്കെ മറിഞ്ഞിരിക്കണം ഗൈസ്. ചേച്ചിക്ക് എന്തോ വയറുവേദനയാണ് പറഞ്ഞിട്ടിരിക്കുകയാണ്, ഇയാൾക്ക് കുടൽ വേദന. ഓക്കെ, ഇവിടെ ഒരു പേഷ്യൻ്റ് ഉണ്ട് ഗൈസ്. കാണും, പ്രശ്നമൊന്നുമില്ല. ഇനി അവർ വരുമോയെന്ന് അറിയില്ല ഗൈസ്. എന്തായാലും നമുക്കിവിടെ നിൽക്കാം. ഗൈസ്, ഗൈസ്, അവർ ഹോസ്പിറ്റൽ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ എന്ത് വേണമെങ്കിൽ സംഭവിക്കും. ഇതാ വന്നു. ഇവന്മാർ എവിടെ പോയാലും വെട്ടുകത്തി കൊലക്കത്തിയായിട്ട് വരും. പിന്നെ എല്ലാത്തിനും തീർക്കാണ് ഗൈസ്. പക്ഷെ ഗൈസ്, ഇത് 80K അല്ല, ഇത് ഡോഗൈസും സണ്ണോണിയും കൂടി ചേർന്ന് വന്നിരിക്കുകയാണ് ഗൈസ്. സണ്ണോണിയാണ് ഗൈസ്. നമ്മൾ ഗ്രൂപ്പ് വിട്ട് പുതിയ ജീവിതം തുടങ്ങിയപ്പോൾ അതിൽ പ്രതികാരമായിട്ട് വന്നിരിക്കുകയാണ്, ഈ ലിയോയിലൊക്കെ സിനിമയത്തെ പോലെ.
അപ്പോൾ 80K അല്ല, സണ്ണൗണിയാണ് എൻ്റെ മാസ്റ്റർ ബ്രെയിൻ. ഓ ആ വലിയ ഷോ ഇറക്കിയതാണ് ഗൈസ്. ഇനി എല്ലാത്തിനും വെട്ടിക്കൊല്ലും ഗൈസ്. ഓ ഹാക്കിൽ വെട്ടുകത്തിയായിട്ട് വെക്കാണ്. ആ അവൻ്റെ മുഖം എടുത്ത് കൊടുത്തിട്ടുണ്ട്. ആളെ വീശാൻ പോലും അറിയില്ല. ബാക്കിന് കുത്തുന്ന വെട്ടു വന്നു. ഇനി എല്ലാത്തിനും വെട്ടിക്കൊല്ലി. ഇനി കുരുതിയാണ്, എല്ലാത്തിനും കുരുതി. ആ ഒറ്റവട്ടിന് 2 പീസ്. ഓ ഓ അവൻ്റെ പള്ള കുത്തി ഇറക്കി വലിച്ചു. ആ ഓ അവൻ അവിടെ കിടന്ന് കുംഫു കളിക്കണം. വാടാ നീ, വാ വാ വാ. ആ കിട്ടിയില്ലേ? തല പോയ അവൻ്റെ. ആ കാല് ഒറ്റ ഒടിച്ചൽ. അവൻ്റെ കാര്യത്തിൽ തീരുമാനമായി, എല്ലാത്തിൻ്റെ കാര്യത്തിനും തീരുമാനമായി. അല്ല ആരുടെ അടുത്ത് അവന്മാർ കളിക്കണേ? ഓക്കെ അതാ അവിടെ എടുത്ത് നിൽക്കണു. അവനെയും കൂടി തീർത്തിട്ട് അയ്യോ ഓ ഗണ്ണ് 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 ഓ വേഗം വലിക്കണം. ഓക്കെ ഇനി അവൻ്റെ മണ്ടയ്ക്ക് പഠിക്കുക. ഓ അപ്പോൾ അവർ ഗണ്ണ് ഇറക്കിയിട്ടുണ്ട് ഗൈസ്. വിചാരിച്ച പോലെയല്ല, ഗൺ ഫൈറ്റിന് എന്തായാലും ചാൻസ് ഉണ്ട്, ഗൺ ഫൈറ്റിന്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പുറത്തെടുക്കണം. ഓ ഫോണൊക്കെ അടിക്കുന്നുണ്ട്. ഓത്ത ഓ അതാ ഓ അമ്മാതിരി രക്ഷപ്പെടറാ, എല്ലാവരും രക്ഷപ്പെട്ടോ, രക്ഷപ്പെട് ചേച്ചി. അങ്ങനെ രക്ഷപ്പെടും. ഇപ്പം എന്താ കാണിക്കണം സോഫിൻ്റെ ഇടയിൽ കൂടെ? രക്ഷപ്പെടോ സൈഡ്. ഓ ആ ഗണ്ണിട്ട് ഗൈസ്. ഓ ഗൈസ് ഓ അമ്മാതിരി വെളിയിലിറങ്ങിയ പറ്റില്ല ഗൈസ്. അമ്മാതിരി ഫൈറ്റാണ് ഗൈസ്. ഓ ഇതത് ഹോസ്പിറ്റലാടാ, വേറെ ഓ എല്ലാവരും രക്ഷപ്പെട്ടോ. ബുള്ളറ്റും ഇല്ല, കോപ്പ്. അതാ സൈഡിൽ നിന്ന് ടൂമാരെന്താ അവിടെ നോക്കി നിൽക്കണം.
അതാ ഗണ്ണും പോയി. അതാ കാറിൻ്റെ ഇടയിൽ പെട്ട. ഓ ഇന്ന് ഓ ഇപ്പോഴാണ് അടുത്ത് വരുമ്പോഴും വെടിവെക്കണത്. അയ്യോ ഓ റേഞ്ച് റോവറും കത്തി. സങ്കർട്ടനം. ഓ അമ്മരെ കണ്ടിട്ടില്ല. അമ്മരാകെ ഇപ്പം അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. ബുള്ളറ്റും കഴിഞ്ഞു. അതാ ഓ ഓ ചോരപ്പുഴ. അടുത്തവൻ ഷോട്ട് ഗൺ കിട്ടി. നീ ബാബാ എമ്മാതിരി വെടിപ്പാ പോയി വെക്കണേ. വണ്ടിന്ന് ഇറങ്ങാട്ടാ. ഓ വണ്ടിന്ന് ഇറങ്ങി വണ്ടി എടുത്ത് രക്ഷപ്പെട്ടോ. ഓ ഓ ഗൈസ് ഓ വെടിവെക്കാനും പറ്റില്ല. ഓ അവന്മാർ ഓതാ അമ്മരും തീർന്നു. രക്തപ്പുഴ. വേഷൻ എങ്ങനെ വന്നാണ്? കുളിച്ച് കുട്ടപ്പനായിട്ട് വന്നാണ്. ചോര കൊണ്ട് പൊതിഞ്ഞു അവന്. ഹലോ ഗൈസ്, ഇവിടെ ഒരുത്തൻ കൂടിയുണ്ട്. ഇവൻ ഇവിടെ എന്താ കാണിക്കുന്നത്? ഓ ഓ മേ ഗൺ. ഇവിടെ ഒരുത്തൻ. അടുത്തവൻ അമ്മാര് വന്ന കാറും അമ്മാരെ തന്നെ കത്തിച്ചു കഴിച്ചു. ഓ മനുഷ്യൻ. തേപോടും കയ്യ. അവൻ്റെ ചൈന ഭാഷ തീർത്തു കൊടുക്കാം അവന്. അവൻ തീർന്നു. എന്താ ഇവിടെ ഒരുത്തൻ അവനും തീർന്നു. ഓ ഇവിടെ കുറച്ച് അവന്മാരുണ്ടാ. ഉമ്മാനെ കയ്യും കൊണ്ട് നേരിടാം. ഓ ഉമ്മമാരും കണ്ടുണ്ടാ. ഓ അതാ പിടും ഒരാളുടെ എത്ര ഒരു കൊല്ലുന്നോ. അവിടുത്തെ നിന്ന് ഞാൻ അങ്ങോട്ട് വരാന്നാ. അങ്ങനെ ഒരു കണ്ണ് കിട്ടി. കാറും കത്തിച്ച. ഓ ചാടാനും പറ്റുന്നുണ്ടാവും. ചാമ്പലായി വന്നാൽ ചാവിലടാ. ഇമ്മോർട്ടലാടാ ഇമ്മോർട്ടൽ.
ചാവാറായി, കുറച്ച് നേരം നിൽക്കുക, ഹെൽത്ത് ഒന്ന് ഇതാവട്ടെ. പിന്നെ എല്ലാത്തിനും തീർക്കുക. ഇങ്ങനെ തീർക്കാൻ വഴിയുള്ളത്. അവൻ്റെ പള്ളക്കൊന്ന് ചവിട്ട് കൊടുത്തോ, ഗണ്ണെടുക്കട്ടെ. അവൻ ചത്ത. ഈ കാറും പോ. ചാടി 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 ചാടി. ഓ ചാടി ചാട് ചാടാ. ഓ ചാടി. ഓ അതാ വീണ്ടും ചാമ്പലായി. പിന്നെ എല്ലാത്തിനും കൊല്ലും ഞാൻ. ഇല്ല, എല്ലാത്തിനും കൊല്ലും. ബാക്കിൽ ഇനി ഇവന് ഒറ്റ മാത്രമേ ഉള്ളൂ. എവിടെ? ഓ അവനാണ് വില്ലൻ, ബിഗ് സ്മൈലി. അവനൊക്കെ ഉള്ളത് നേരിട്ട്. താടൻ പരട്ട ഗണ്ണ്. ആവോ, അപ്പം അവൻ്റെ കത്തിക്കലും കഴിഞ്ഞു. അങ്ങനെ ഗായ്സ് നമ്മളെല്ലാത്തിനും കൊന്നിരിക്കുകയാണ്. ഓ വേഷൻ. അങ്ങനെ രാവിലെ ആയി ഗൈസ്. ഇനി ആരെങ്കിലും വരുന്നുണ്ടോ നോക്കാം. ഇനി ആരുമില്ല. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ വലിയൊരു ഗ്യാങ് വാറിന് ശേഷം ബിഗ് സ്മൈലിനെ കൊന്നു കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താ തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ ഗൈസ് ഇതുപോലത്തെ വേറെ വീഡിയോസ് വേണമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ GTA 4 വീഡിയോയും കൂടി വരുന്നുണ്ട് ഗൈസ്. ആ ചേച്ചി പേടിച്ചു, ആരന്തം വിട്ടു നിൽക്കുകയാണ്. അപ്പോൾ ഗൈസ് അതിൽ പഴയ ചാനലിലെ മാർക്കോ റീക്രിയേഷൻ വീഡിയോ ഒക്കെ ഒന്ന് കാണുക. പിന്നെ ഇതുപോലത്തെ വീണ്ടും ഒരു സീരീസ് ആയി തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതും പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ.